ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കേക്ക് വ്ലോഗുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. 4 കേക്ക് ഓർഡറും അതുപോലെ തന്നെ നമ്മുടെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക്. അപ്പോൾ അതൊരു 6 എണ്ണം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസത്തെ ഒരു കേക്ക് വ്ലോഗാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മളോട് 2 പേര് ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് നല്ലൊരു ഹായ് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ എപ്പോഴും കമൻറ്റ് ഇടുന്ന ഒരാളാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരി സൽമി. അതുപോലെ തന്നെ ഗീതിക ആൻഡ് പർവാന, അവർക്ക് 3 പേർക്കും ഒരു ബിഗ് ഹായ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ചൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ മോൾഡൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് 1 kg അളവിൽ വരുന്ന ഒരു ഒറിയോ കേക്കും അതുപോലെ 1 kg അളവിൽ വരുന്ന ബട്ടർസ്കോച്ച് കേക്ക്, അതുപോലെ 1 kg അളവിൽ വരുന്ന തന്നെ പിന്നെ നമ്മുടെ യൂണിക്കോൺ തീമിലുള്ള കേക്കും, പിന്നെ ഒരു മിന്നി മൗസ് തീമിലുള്ള ഒരു കേക്കും, പിന്നെ 2 സ്ക്വയർ മോൾഡ് എടുത്തിട്ടുള്ളത് കൊറിയൻ ലഞ്ച് ബോക്സ് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്ക്വയർ മോൾഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ട് ഓരോ കേക്കായിട്ട് ആദ്യം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം എല്ലാ കേക്കും ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഐസിങ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്ത് നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തതിലേക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ബട്ടർസ്കോച്ച് 2 കേക്കാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് വാനില കേക്കായിരുന്നു. അത് നമ്മുടെ ആ ഒരു മിന്നി മൗസിൻ്റെ തീമിന് വാനില കേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബട്ടർസ്കോച്ചിൻ്റെ ഫ്ലേവറൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയത്. ഏത് കേക്കായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കൊറിയൻ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ഒരു ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ ഒറിയോ കേക്കിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് കേക്കും അതൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. ബാറ്റർ ഉണ്ടാക്കി അങ്ങനെയൊക്കെ നമുക്ക് 2-3 ഓർഡറൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആക്കാൻ പറ്റും. പിന്നെ ഞാൻ ബട്ടർസ്കോച്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള പ്രയലൈനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ബട്ടർസ്കോച്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള സോസും 2 കേക്കിനും ഒരുമിച്ച് തന്നെയാണ് സോസും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഐസിങ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബട്ടർസ്കോച്ച് കേക്ക് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ യൂണിക്കോൺ തീമിലുള്ള ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടല്ലോ, അത് ഞാൻ 7 ഇഞ്ചിൻ്റെലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ബട്ടർസ്കോച്ച് കേക്ക് അത് ഞാൻ 8 ഇഞ്ചിൻ്റെ മോൾഡിലുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ വരും. അപ്പോൾ അതുപോലെ തന്നെ ഒറിയോ കേക്കും 7 ഇഞ്ചിൻ്റെയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിന്നി മൗസ് തീം കേക്ക് 8 ഇഞ്ചിൻ്റെയിലും അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ബട്ടർസ്കോച്ചിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ബട്ടർസ്കോച്ചിൻ്റെ ഡെക്കറേഷനൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി അതിനുശേഷം നമ്മുടെ യൂണിക്കോൺ തീമിലുള്ള കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ നമ്മുടെ പകൽ ഇതിൻ്റെ പണികളൊക്കെ നമ്മുടെ വേറെ വീട്ടിലുള്ള ജോലികളൊക്കെ തീർന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാത്രി ഒരു 3 മണി വരെ എനിക്കിതിൻ്റെ വർക്ക് തന്നെ ഉണ്ടായിരുന്നു. 2 ബട്ടർസ്കോച്ചിൻ്റെ ഐസിങ്ങും കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഒറിയോ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ക്രം കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒറിയോ കേക്കിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാ ഒറിയോ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എല്ലാം ചെറിയ ഭാഗം മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 7 ഇഞ്ചിൻ്റെ മോഡലിലാണ് 1 kg ബാറ്റർ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കുറച്ചൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ആദ്യം ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ക്രം കോട്ടിങ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കേക്ക് മിന്നി മൗസിൻ്റെ തീമിലുള്ള കേക്ക് ഞാൻ പിങ്ക് കളറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഐസിങ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ക്രം കോട്ടിങ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അതൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്പാച്ചുല ഡിസൈനാണ് സൈഡിലൊക്കെ ഞാൻ കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഐസിങ് ഒന്ന് ഫിനിഷ് ആക്കിയെടുത്ത ശേഷം സ്പാച്ചുല ഡിസൈൻ സൈഡിലൊക്കെ കൊടുക്കണം. മുകൾ ഭാഗത്ത് നമുക്ക് മിന്നി മൗസിൻ്റെ ഫോണ്ടൻ വർക്കാണ് ചെയ്യാനുള്ളത്. നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിസൈന്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പാച്ചുല ഡിസൈനാണ് സൈഡിലൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് ഈ സൈഡിലെ ഇതൊക്കെ ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് മുകൾ ഭാഗത്ത് പാല നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം, ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ മിന്നി മൗസിൻ്റെ ഫോണ്ടൻ വർക്ക്സ് ആണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പിറ്റേ ദിവസം ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാനിതിൽ വെക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രം കോട്ടിങ്ങും അതുപോലെ ഫൈനൽ ഫ്രോസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കേക്ക് നമ്മുടെ ഒറിയോ കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തിട്ടെടുക്കാം. അതൊക്കെ ഞാൻ രാത്രി തന്നെയാണ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അതിന് ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഓറിയോ കേക്കിൻ്റെ ഡിസൈനിങ് ഒക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഈ രാത്രി തന്നെയാണ് ഞാൻ ഫോണ്ടൻ വർക്ക്സ് ഒക്കെ ചെയ്ത് വെക്കണത്. അപ്പോൾ അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ മറ്റേ കേക്ക് ഉണ്ടല്ലോ, നമ്മുടെ ലഞ്ച് ബോക്സിനുള്ള, അത് ലാസ്റ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേക്കിൻ്റെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ലഞ്ച് ബോക്സിനുള്ള കേക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അതുപോലെ 5 ഡ്രസ് ലേച്ചസും ഒരു ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റും ആണ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ പാക്കിങ് ടൈമിലാണ് ഇതിലേക്ക് ബോക്സിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഏകദേശം എല്ലാം ഡെലിവറി ഏകദേശം ഒരേ ടൈമിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു കേക്ക് മിന്നി മൗസിൻ്റെ തീമിൽ എടുക്കുന്ന കേക്ക്, അത് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഫോണ്ടൻ വർക്ക്സ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തത് തന്നെയാണ് ഈ മിന്നി മൗസിൻ്റെ തീം കേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡെക്കറേഷനൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിലൊരു ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞില്ല ടോപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 4th ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ 4 അത് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള 4 അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു രാത്രി. ഇങ്ങനെ ഫോണ്ടൻ വർക്ക്സ് ഒന്ന് വീഡിയോ എടുക്കാനത് അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് ലേറ്റ് ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കലും കൂടെ ആകുമ്പോൾ പിന്നെ എനിക്ക് നേരെ വെളുക്കോളും ഇതിൻ്റെ പണി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ കുട്ടിയുടെ പേരും ഇതുപോലെ തന്നെ സൈഡിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടില്ല അത് തന്നെയാണ് കേട്ടോ, പേര് തന്നെയാണ്. അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എഡിബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗേൾസിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ പിങ്ക് കളറിലുള്ള ബട്ടർഫ്ലൈസ് ആകുമ്പോൾ അവർക്ക് ഒന്നുകൂടെ ഹാപ്പി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ബഫർ ഷീറ്റിലുള്ള ബട്ടർഫ്ലൈസ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പാക്കിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കംപ്ലീറ്റ് ഡെക്കറേഷനോട് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ ഡെലിവറി ചെയ്യാൻ സമയത്ത് തന്നെയാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൂണിക്കോൺ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻ വർക്ക്സും ഡെലിവറി ചെയ്യാൻ സമയത്ത് തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫോണ്ടൻ വർക്ക്സൊക്കെ ഞാൻ 2 ദിവസം മുന്നേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടില്ല. 2 ദിവസം മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് കൊടുത്തു. ഇനി ഓരോന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്ന് ബോക്സിലേക്കാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ 7 ഇഞ്ചിൻ്റെയിലാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതന്നെ ഒരു 8 ഇഞ്ചിൻ്റെ 9 ഇഞ്ചിൻ്റെ ഒക്കെ ബേസ് എടുത്താൽ മതി ഇതിലേക്ക്. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ലാഭമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. 8 ഇഞ്ചിൻ്റെ കേക്കാണെന്നുണ്ടെങ്കിലും ഒരു 9 ഇഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ 10 ഇഞ്ചിൻ്റെ ഒക്കെ ബേസ് എടുത്താലേ നമുക്ക് കറക്റ്റ് നമുക്ക് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ഒരു ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1.5 kg ഒരു ബോക്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 9 ഇഞ്ചിൻ്റെ ബോക്സ് തന്നെ. അതുപോലെ ഈ ഒരു കേക്ക് ഇത് പിന്നെ 12 ഇഞ്ചിൻ്റെ ബേസാണ് പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരു ബോക്സും 12 ഇഞ്ചിൻ്റെ ബോക്സ് തന്നെയാണ്. നമ്മൾ ബേസ് എടുക്കുന്നതനുസരിച്ചുള്ള ബോക്സ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 12 ഇഞ്ചിൻ്റെ ബോക്സാണ്. പിന്നെ വാങ്ങിക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 12 ഇഞ്ചിൻ്റെ ബേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പർ ഉണ്ടല്ലോ, അത് വെക്കുമ്പോൾ ബോക്സ് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സൈഡിലൊക്കെ പ്ലാസ്റ്റർ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കേക്കിനെ നമുക്ക് പറഞ്ഞയക്കാം. അപ്പോൾ എല്ലാ കേക്കിനെയും നമ്മൾക്ക് പറഞ്ഞയക്കാനുള്ള ടൈം ഒരേ ടൈമിൽ തന്നെയാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കേക്കിൻ്റെ ഒരു സ്റ്റിക്കറും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കത്തിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കേക്ക് ഇതുപോലെ യൂണിക്കോൺ കേക്ക് ഇതുപോലെ 2 ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പാക്ക് ചെയ്യാന്നൊക്കെ. അപ്പോൾ അതങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ടിപ്സൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്